വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 56 വചനങ്ങളുണ്ട്. ഇതിൽ പീലാത്തോസിന്റെ മുമ്പിൽ, ഹെറോദോസിന്റെ മുമ്പിൽ യേശുവിനെ വിധിക്കുന്നു, യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു, യേശുവിൻ്റെ മരണം, യേശുവിനെ സംസ്കരിക്കുന്നു എന്നിങ്ങനെയാണുള്ളത്. ഈ അധ്യായത്തിൽ ഈശോയെ ദുഷിച്ചു സംസാരിക്കുന്നവരെയും ഈശോയെ സ്നേഹിക്കുന്നവരെയും കാണുവാൻ സാധിക്കും. പീലാത്തോസ് ഈശോയിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഹെറോദോസ് ആകട്ടെ ഈശോയെ ആദ്യം കണ്ടപ്പോൾ സന്തോഷിച്ചെങ്കിലും പിന്നെ പടയാളികളോട് ചേർന്ന് നിന്ദ്യമായി പെരുമാറി. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനക്കൂട്ടത്തോട് ചേർന്ന് യേശുവിനെ ക്രൂശിക്കണമെന്നും പകരം കുറ്റവാളിയായ ബറാബാസിനെ വിട്ടയക്കണമെന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗാവുൽത്തായിലേക്കുള്ള യാത്രയിൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ജനക്കൂട്ടം കരഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നു. യേശുവിനോടൊപ്പം കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറയുമ്പോൾ അവനെ ശകാരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശോ കുരിശിൽ കിടന്ന് നല്ല കളനെ അനുഗ്രഹിക്കുന്നു. നീതിമാനായ ഈശോ കുരിശിൽ കിടന്ന് നമുക്ക് വേണ്ടി മരിച്ചു. നമുക്കും നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് യേശുവിനോടൊപ്പം പറുദീസയിൽ വസിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ആമേൻ.